ഹായ്, ഞാൻ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റയിൽ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്യൂഷൻ സെന്ററിന്റെ. അപ്പൊ അവര് ആ അഡ്വർടൈസ്മെന്റിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തിങ്ക് ചെയ്യാണ്, ഞാൻ എന്നാണ് നമ്മുടെ കുഞ്ഞീസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഈ ഫ്രീ ഡെമോ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തോ മഹത്തായ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം അതൊരു പേരന്റിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ റൈറ്റ് ആണ്. ആ ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ക്ലാസ് എങ്ങനെയാണ്, അവർ ഏത് രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്, എങ്ങനത്തെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെക്ഷൻ ആണോ. അപ്പൊ ഇതൊക്കെ അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റി പേരൻസിനും ഉണ്ട്, സ്റ്റുഡൻസിനും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരാരും പേ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് എന്നാണ് നമ്മൾ കുഞ്ഞീസ് ക്ലാസ് തുടങ്ങി അന്ന് മുതൽ നമ്മളിവിടെ ഫ്രീ ഡെമോ ക്ലാസ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഞാനിത് എങ്ങും ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്തൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. കാരണം ഇതാണ്, ഞാനത് അത്ര വലിയ കാര്യമായിട്ട്, അതായത് ഞാൻ എന്തോ മഹത്തായ കാര്യം ചെയ്യുന്ന പോലെ അല്ല, അല്ലേ? അത് നിങ്ങളുടെ ഒരു റൈറ്റ് ആണ്. അത് നിങ്ങൾ എപ്പോൾ ട്യൂഷന് വേണ്ടിയിട്ട് ചോദിക്കുന്നു അപ്പോൾ ഫ്രീ ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് അത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ട്യൂഷൻ എടുക്കുന്നുള്ള ആളെന്നുള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അല്ലാണ്ട് ഈ പറയുന്ന പോലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്ത് ഞാനിവിടെ ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇതുണ്ട് എന്ന് പറയേണ്ട ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് ഗ്രൂപ്പ് ക്ലാസ്സിലേക്കാണ് ഒരു അഡ്മിഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡെമോ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അതൊന്നും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയല്ല. കാരണം അവിടെ ഒരു രീതിയിലെടുത്ത് ക്ലാസ് പിന്നെ വേറൊരു രീതിയിലായിട്ട് അതിന്റെ ആവശ്യമില്ല. എന്തിനാ അത്രയും കൺഫ്യൂഷൻ ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത്? നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫസ്റ്റത്തെ ക്ലാസ് 1 hour ക്ലാസ് ആണ്. നമ്മുടെ എല്ലാ ക്ലാസ്സസും 1 hour ആണ്. അപ്പൊ ആ 1 hour ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് കണ്ടതിന് ശേഷം ആ ടീച്ചർ ഓക്കെ ആണോ, ആ ടീച്ചർ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അതായത് ചിലരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ മാഡം എന്ന ഫീസ് പേ ചെയ്യും. ഞാൻ പറഞ്ഞു വേണ്ട. ഇപ്പൊ അവര് റെഡി ആണെങ്കിൽ പോലും ഞാൻ പറയാൻ വേണ്ട, നിങ്ങൾ ഫസ്റ്റത്തെ ക്ലാസ് നോക്കും. കാരണം എനിക്ക് ഉറപ്പാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും മനസ്സിലാവുന്ന അത്രയും നല്ല ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് അത്ര ഷുവർട്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ കാണും, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഫീസ് പേ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പേ ചെയ്യും. ഇത് നിങ്ങളുടെ റൈറ്റ് ആണ്. ഇതിപ്പം ഏതെങ്കിലും ട്യൂഷൻ സെന്റർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്നാണ് നിങ്ങൾ ചോദിച്ച് തന്നെ മേടിക്കുന്നത്. കാരണം ഇത് നിങ്ങളുടെ റൈറ്റ് ആണ്. നിങ്ങളുടെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ആ കുട്ടീനെ ആ ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യിക്കാനായിട്ട്. പിന്നീട് ഈ വീഡിയോ കണ്ടതിന് ശേഷം എനിക്കൊരു ഡൗട്ട്, അപ്പൊ ഇതൊന്നും കൊടുക്കാത്ത എത്രയോ സെന്ററുകൾ കാണും, അല്ലേ? അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ അത് അത്ര വലിയ അഡ്വർടൈസ്മെന്റ് ആയിട്ടൊക്കെ കൊടുത്തത്. പിന്നീട് ഞാൻ എൻ്റെ എല്ലാ ഷോർട്സിനും ഫസ്റ്റ് കമന്റ് പിൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞീസ് ക്ലാസ്സിൽ CBSE എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ഉണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സസും ഗ്രൂപ്പ് ആയിട്ടുള്ള ക്ലാസ്സസും ഒക്കെ അവൈലബിൾ ആണ്. ഒട്ടും തന്നെ സമയം കളയാതെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.